അക്രഡിറ്റർ ഇൻവെസ്റ്റർ ഇങ്ങനെ ഒരു കാറ്റഗറി സെബി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഉള്ളൊരു ബെനിഫിറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, സെബിയുടെ നിന്ന് നമ്മൾ ഈ ഒരു അക്രഡിറ്റർ ഇൻവെസ്റ്ററാണ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ക്വാളിഫൈ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ആനുവൽ ഇൻകം, ഒരു വ്യക്തിയുടെ ഇയർലി ഇൻകം എന്ന് പറയുന്നത് 2 കോടിയായിരിക്കണം. അല്ലെങ്കിൽ അവരുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 5-7 കോടി ഉണ്ടായിരിക്കണം. അതിൻ്റെ തന്നെ ഒരു 50% ഫിനാൻഷ്യൽ അസറ്റ്സ് ആയിരിക്കണം. അത് വേഗം ലിക്വിഡേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാറ്റഗറിയിലുള്ളതായിരിക്കണം. അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് നമുക്ക് അക്രഡിറ്റഡ് ഇൻവെസ്റ്റർ എന്നുള്ള ഇതിന് അപ്ലൈ ചെയ്യാം. സെബിയുടെ അപ്രൂവൽ ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ നടത്തും. ഇവരൊരു സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്ററാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് സങ്കീർണതകളും റിസ്ക്കും എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ളവർക്കാണ് ഈ ഒരു കാറ്റഗറിയിലേക്ക് എടുക്കാൻ സാധിക്കുക. അവർക്ക് എടുത്താലുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പി എം എസ് ഫണ്ട് അല്ലെങ്കിൽ AIF ഇങ്ങനെയുള്ളതിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, PMSലേക്ക് നിങ്ങൾക്ക് എൻട്രി വേണമെന്നുണ്ടെങ്കിൽ മിനിമം 50 ലക്ഷം രൂപ ഉള്ളവർക്ക് മാത്രമാണ് ഒരു PMSൽ എൻട്രി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ AIF ഒരു 1 CR വേണം അവർക്ക് എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു അക്രഡിറ്റർ ഇൻവെസ്റ്ററാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അത് 50 ലക്ഷം രൂപ AIFൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ 50 ലക്ഷം രൂപ മതി. 50% എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് അതിലേക്ക് എൻട്രി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യകതയുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലത്തെയുള്ള കാറ്റഗറികളിലാണ് എന്നുണ്ടെങ്കിൽ, ഒരു അക്രഡിറ്റർ ഇൻവെസ്റ്റർ എന്നുള്ളൊരു കാറ്റഗറിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക.